സ്വാഗതം, വെൽക്കം, വണക്കം. ഈ വീഡിയോയിൽ വളരെ നാളുകളായി ഞാൻ അന്വേഷിച്ച് നടന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കുവാനിടയായ വളരെ അധികം കൗതുകം തോന്നുന്ന ഒരു ആത്മീയ ആശയം നിങ്ങളുമായി പങ്കിടാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. ഈ ആശയം യേശുവിൽ നിന്ന് മാത്രം പ്രാപിച്ചതാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കുന്ന ഉപമയിൽ അതിൻ്റെ അവസാന ഭാഗത്ത് യേശു പറയുന്ന വാക്യമാണ്. കുറഞ്ഞ പക്ഷം നൂറ്റാണ്ടെങ്കിലും എനിക്ക് മനസ്സിലാകാതെ അങ്ങനെ എന്നെ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരുന്നത് ആ വാചകം അല്ലെങ്കിൽ വാക്യം നമുക്ക് കാണാപ്പാടം അറിയാം. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എന്നെപ്പോലെ നിങ്ങൾ ഏവരും തീർച്ചയായും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ ആരോടും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാകുകയില്ല. അഥവാ അബദ്ധത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു സംശയമില്ല. കാരണം എൻ്റെ അനുഭവം അത് തന്നെ ആയിരുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ആജീവനാന്തം അന്വേഷിച്ച് അതിൻ്റെ പിറകെ പോയി രാവും പകലും മല്ലിട്ട് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് എത്തി നോക്കുവാനുള്ള അഭൂതപൂർവമായ സന്തോഷം, പദവി എന്ന് വേണമെങ്കിൽ പറയാം, പ്രാപിക്കുമ്പോൾ അതെന്നിൽ മാത്രം പരിമിതപ്പെടുത്തുന്നത് സ്വാർത്ഥതയാണ് എന്നതുകൊണ്ടാണ് ഈ ആശയം, മനോഹരമായ ഈ ആശയം നിങ്ങളുമായി പങ്കിടുവാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പ്രസ്താവനയിൽ മാത്രം കേന്ദ്രീകരിക്കാം. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. ഇതിലെ ചിന്ത അല്പം സൂക്ഷ്മമാകൊണ്ട് ഇത് മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ ഇംഗ്ലീഷിൽ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ എൻ്റെ മുഖം നിങ്ങൾക്ക് കാണാതിരിക്കാനുള്ള സൗകര്യവും ഞാൻ എഴുതി വെച്ച നോട്ട്സ് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യവും കൂടെ ചേർത്ത് അതിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നമുക്ക് നോട്ട്സിലേക്ക് നോക്കി അതിനെ അനുധാവനം ചെയ്ത് ഒരുമിച്ച് ചിന്തയുടെ ഈ രാജവീഥിയിൽ കൈകോർത്ത് പിടിച്ച് സഞ്ചരിക്കാം. ഇതാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ദ ഫസ്റ്റ് വിൽ ബി ദ ലാസ്റ്റ് ഫസ്റ്റ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും. ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ആദ്യം നമുക്ക് മുൻപന്മാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്. അപ്പോൾ ടേക്ക് ദ കേസ് ഓഫ് ദ ഫസ്റ്റ്. നമുക്ക് ആദ്യമേ മുൻപൻ്റെ, ഏറ്റവും മുമ്പ് നിൽക്കുന്ന ആളിൻ്റെ അവസ്ഥ ഒന്ന് പരിഗണിക്കാം. അത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ 1, 2, 3, 4, 5 അതിൽ അതാണ് ഒന്നാമൻ. ഇവിടാണ് ഒന്നാമൻ. ഓക്കെ, ഈ ഒന്നാമനെ നിങ്ങൾ നോക്കുമ്പോൾ ഇതാണല്ലോ മുൻപൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 1, 2, 3, 4, 5 ഇതിൽ മുമ്പൻ എന്ന് പറയുന്നത് ഒന്നാമനാണ്. അപ്പൊ ഈ ഒന്നാമനാകണമെങ്കിൽ 2, 3, 4, 5 ഒക്കെ ഉണ്ടാകണം. അപ്പോൾ ഈ ഒന്നാമൻ ഒന്നായിട്ട് നിൽക്കുന്നത് ഒന്നിൻ്റെ മിടുക്കുകൊണ്ട് മാത്രമൊന്നുമല്ല. 2, 3, 4 ഉണ്ട്. 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും സഹായത്തോടു കൂടെയാണ് ഈ ഒന്നാമതായി നിൽക്കുന്നത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അപ്പം നമുക്ക് ഈ 2 തൊട്ടുള്ള ഇത് അങ്ങ് ഇല്ലാതാക്കി കളയും. അപ്പം എന്ത് പറ്റും? അപ്പം ഒന്നാമനിവിടെ പോയി. ഇപ്പൊ ഒന്നാമനൊരു കോൺസെപ്റ്റ് ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. ഒന്നാമതാകണമെങ്കിൽ 2ാമൻ്റെയും 3ാമൻ്റെയും 4ാമൻ്റെയും 5ാമനാണ് ഈ ശൃംഖലയിൽ 5ാമത്തവനാണ് അവസാനമെന്ന് നമുക്ക് കരുതാം.
അപ്പോൾ രണ്ടാമൻ്റെയും മൂന്നാമൻ്റെയും നാലാമൻ്റെയും അഞ്ചാമൻ്റെയും സഹായമില്ലാതെ അവൻ്റെ തോളിൽ കയറി നിൽക്കാതെ ഒന്നാമന് ഒന്നാമതാകാൻ സാധ്യമല്ല. അവർ പോയി കഴിഞ്ഞാൽ ഒന്നാമനായിരിക്കയില്ല, പിന്നെ എന്താണ്, അവസാനമായി കഴിയും. അതോടെ തീർന്നു. ബാക്കിയെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഒന്നാമനാകുന്നത്? പിന്നെ അവൻ അവസാനം. അതുകൊണ്ടാണ് പറഞ്ഞത് മുൻപന്മാർ ഇതാ പിൻപന്മാരായി. ആദ്യം ഉണ്ടാകുന്നവൻ ഇതാ അവസാനമായിരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നും അതുപോലെ വിറങ്ങലിച്ചു നിൽക്കുന്നില്ല. എല്ലാം നിരന്തരമായി മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മുൻപനാണ്, ഒന്നാമനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, ഞാനിപ്പോൾ ഒന്നാമതായതിൻ്റെ കാര്യം ആ ഒരു സ്ഥാനത്ത് തന്നെ നിർത്തുന്ന രണ്ടാമനും മൂന്നാമനും നാലാമനും അഞ്ചാമനും ആറാമനും ഏഴാമനും ഒക്കെ ഉണ്ട് എന്നതുകൊണ്ടാണ്. അപ്പൊ അവരോട് കരുതി, അവരോടുള്ള നന്ദി, അവരോടുള്ള ബഹുമാനം, അവരോടുള്ള എളിമയിൽ വേണം എനിക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഞാൻ ഒന്നാമനാണ് എന്ന് ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടേണ്ടത്. അതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒന്നാമൻ അല്ലെങ്കിൽ മുൻപൻ പിൻപനായി പോകും, ഒന്നാമൻ ഏറ്റവും അവസാനമായി പോകും. അതാണ് ഞാനിപ്പോൾ കണക്കിൽ കൂടെ അപ്പം കാണിച്ചത്. 1 മുതൽ 5 വരെ ആണ് ആ സീക്വൻസ് എങ്കിൽ 2, 3, 4, 5 പോയി കഴിഞ്ഞാൽ ഒന്നാമൻ്റെ ഒന്നാം സ്ഥാനവും പോയി, അവൻ അവസാനമായി തീരും. അവസാനം എന്ന് പറഞ്ഞാൽ അവന് താഴെ ആരുമില്ല. അതാണ് അവസാനം. നാം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒന്നിൻ്റെ താഴെ ആരുമില്ല. പിന്നെ എങ്ങനെയാണ് ഒന്ന് പറയുന്നത് ഞാൻ ഒന്നാമനാണ്? ഇത് ഈ ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഈ ആശയം വ്യക്തമായി ആയിട്ടുണ്ട് ഞാൻ കരുതുക. എന്നപ്പോൾ മുൻപോട്ട് പോകാം. ഇനിയും നമുക്ക് ഞാൻ ആ മഞ്ഞ നിറത്തിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നൗ ടേക്ക് ദ കേസ് ഓഫ് ദ ലാസ്റ്റ്. അപ്പോൾ മുൻപന്മാർ പിൻപന്മാരാകും. അതിൻ്റെ യുക്തി ഞാൻ ഏകദേശം ഒന്ന് വെളിപ്പെടുത്തി, അത് വ്യക്തമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ആശിക്കുകയാണ്, ആശ്വസിക്കുകയാണ്. രണ്ടാമത് യേശു പറയുന്നത് പിൻപന്മാർ മുൻപന്മാരാകും. അപ്പൊ നമുക്ക് വീണ്ടും ഈ ഇവിടെ ഉണ്ടായിരുന്നത് പോലെ യേശു പറയുന്നത് ഇപ്പൊ അഞ്ചാണല്ലോ പിൻപൻ, ഏറ്റവും അവസാനം. ഈ 5 ഒന്നാമതാകും എന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ യുക്തി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. നൗ ടേക്ക് ദ കേസ് ഓഫ് ദ ലാസ്റ്റ്. അവസാനത്തെ ആളിൻ്റെ, അതായത് അഞ്ചാമൻ്റെ കാര്യം നമുക്കൊന്ന് പരിഗണിക്കാം. ഈ അഞ്ചാമനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ കീഴെ ആരുമില്ല. കാരണം എന്താണ്? അവനാണ് പിൻപൻ, അവനാണ് ഏറ്റവും അവസാനം. അവൻ്റെ കീഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അവസാനമാകത്തില്ലല്ലോ. അപ്പൊ അവൻ്റെ ഒരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, അവന് താഴെ ആരുമില്ല. കാരണം അവനാണ് പിൻപൻ. അതുകൊണ്ട് എന്താണ്, അവന് ഒരിക്കലും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് താഴോട്ട് പോകാൻ ഒക്കത്തില്ല. പിന്നെ അവൻ ആകെയുള്ള സാധ്യത ഉയരത്തിലേക്ക് പോവുക, അല്ലെ മുൻപോട്ട് പോവുക. പിന്നോക്കം പോകാനൊക്കത്തില്ല, കാരണം പിൻപിലൊന്നുമില്ല. താഴോട്ട് പോകാനൊക്കത്തില്ല, കാരണം താഴെയൊന്നുമില്ല. പിന്നെ ചരിത്രത്തിൻ്റെ നിയമം എന്താണ്? എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങോട്ടെങ്കിലും പോകണം, താഴോട്ട് പോകാനൊക്കത്തില്ല, പുറകോട്ട് പോകാനൊക്കത്തില്ല, പിന്നെ ആകെ പോകാവുന്ന മുൻപോട്ടാണ്. അത്രയും വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് ഈ പിൻപൻ്റെ ഒരു ഗുണം, അല്ല പിൻപൻ്റെ അവസ്ഥയുടെ ഒരു ഗുണം, അവന് ആശിക്കാൻ മാത്രമേ സാധിക്കൂ. നിരാശ അവന് വരത്തില്ല, കാരണം അതിനുള്ള സാധ്യതയില്ല. മാത്രമല്ല അവൻ ആരെ ആശ്രയിച്ച് കഴിയുന്നവനല്ല. അതുകൊണ്ട് അവനിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും അവൻ്റെ അവസ്ഥ മെച്ചപ്പെടുത്താനുള്ള വാഞ്ചയുടെയും വലിയ ശക്തി, പ്രസരിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം അവൻ്റെ അവസ്ഥയ്ക്ക് രൂപാന്തരം വരുത്തണം എന്നത് അവൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ ആവേശമേറിയ ആഗ്രഹമായിരിക്കും. അവന് അഹങ്കരിക്കാനോ ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന് പറഞ്ഞാൽ കംപ്ലേസൻസി എന്ന വാക്കാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവൻ്റെ മനസ്സിൽ വരികയില്ല. വല്ല വിധേനയും ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് കരയേറണം, എനിക്ക് മുൻപോട്ട് പോകണം, അടുത്ത തലമുറയുടെ അവസ്ഥ മെച്ചപ്പെടണം എന്ന വിധത്തിൽ ചിന്തിക്കുകയും ബുദ്ധിയുണ്ടെങ്കിൽ അതിനനുസരിച്ച് അധ്വാനിക്കുകയും അച്ചടക്കം പാലിക്കുകയും ചെയ്യുന്നതിൽ കൂടെ അവൻ മുൻപോട്ട് പോകുന്നു.
ഇനി ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ബിഷപ്പിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും പരിചയമാണല്ലോ. ബിഷപ്പ് ഇല്ലെങ്കിൽ ക്രിസ്തുമതമില്ല എന്നതാണ് നമ്മുടെ ചെറുപ്പം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ധാരണ. അപ്പോൾ ഒരു റിട്ടയർ ചെയ്ത ബിഷപ്പിന്റെ അവസ്ഥ ഒന്ന് നോക്കി. റിട്ടയർ ചെയ്യുന്നവരെ അദ്ദേഹം മുൻപനായിരുന്നു. ഫസ്റ്റ് മുഖ്യാസനം, അങ്ങാടിയിൽ വന്ദനം, ഏറ്റവും വലിയ കസേര, സിംഹാസനം, മുഖ്യനായിരുന്നു. റിട്ടയർ ചെയ്ത ശേഷമോ അദ്ദേഹം ആ ഡയസിസിലെ ഏറ്റവും പിൻപനായി മാറുന്നു. ഹി ബിക്കംസ് എ ലാസ്റ്റ് ഇൻ ദ ഡയസിസ്. അതുകൊണ്ടാണ് ബിഷപ്പന്മാർ റിട്ടയർ ചെയ്യാൻ മടിക്കുന്നത്. തിരുവനന്തപുരത്തൊരു ബിഷപ്പ് റിട്ടയർ ചെയ്യാൻ മനസ്സില്ലാതെ റിട്ടയർമെന്റ് ഒക്കെ തിരുത്തി അത് കേസ് തോറ്റിട്ടും ബിഷപ്പിന്റെ കൊട്ടാരം വിട്ടുകൊടുക്കാതെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടന്ന സംഭവമൊക്കെ എവർക്കും അറിയാം. അതിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് ഈ പ്രസ്താവനയിലുണ്ട്. ഇത് പലരും തിരിച്ചറിയത്തില്ല. അപ്പോൾ ഈ മുമ്പനായിരുന്ന ഒരുത്തൻ്റെ ഏറ്റവും വലിയ സങ്കടമാണ്, അസഹനീയമായ അവസ്ഥയാണ്. അവൻ പിൻപനായിപ്പോയി. പക്ഷേ മുൻപന്മാർ പിൻപന്മാരാകുമെന്നത് ഈ ലോകത്തിന്റെ കാവ്യനീതിയാണ്, ചരിത്രത്തിന്റെ പ്രക്രിയയാണ്. അതിനെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ അങ്ങനെ ഒരു റിട്ടയർ ചെയ്ത ബിഷപ്പ് മുമ്പനായിരുന്നവൻ പെട്ടെന്ന് പിൻപനായി പോകുമ്പോൾ ആ ഡയസിസിലെ ഏറ്റവും ചൂത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയ പുരോഹിതൻ അവിടെ എഴുതിയിട്ടുണ്ട്. ബട്ട് ദ ജൂനിയർ മോസ്റ്റ് പ്രീസ്റ്റ് മേ അസ്പയർ ടു ബിക്കം എ ബിഷപ്പ്. ആ ഏറ്റവും അവസാനത്തെ പുരോഹിതന്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വെച്ചിരിക്കുന്ന പേരുള്ള മനുഷ്യൻ, അവന് ഒരു ബിഷപ്പ് ആകാനുള്ള താല്പര്യമുണ്ടാകുകയും അതിനനുസരിച്ച് ലക്ഷ്യബോധത്തോടെ പഠിക്കുകയും അധ്വാനിക്കുകയും വളരുകയും തന്റെ മികവ് മെച്ചപ്പെടുത്തിയെടുക്കുകയും ചെയ്ത് അവസാനം ഒരു ബിഷപ്പായി തീരാൻ കഴിയും. അങ്ങനെ പിൻപൻ മുൻപനായിത്തീരും. പക്ഷെ പിൻപൻ മുമ്പനാകുമ്പോൾ താൻ പിൻപനായിരുന്നു എന്ന കാര്യം അങ്ങനെയുള്ളവൻ ഭോഷനാണെങ്കിൽ മറന്നുപോവുകയും താൻ മുൻപനായിട്ട് തന്നെയാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ചാടി മാക്രിയെ പോലെ ചാടി വന്നത് എന്ന് വിചാരിച്ച് ആളുകൾ വേര് മറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. അതിൻ്റെ ഗുണഫലമൊക്കെ നമ്മളെല്ലാം അനുഭവിക്കുന്നതാണ്. ഇതുപോലെ പ്രാവർത്തികമായ അർത്ഥതലങ്ങളുള്ള ഒരു സുപ്രധാനമായ സത്യമാണ് യേശു ഇപ്രകാരം വെളിപ്പെടുത്തുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പൊ ഇത് ലോകത്തിന്റെ മാതൃകയാണ്. ഇതിനെ ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറയും. ലോകത്തിലെ ബന്ധങ്ങളെല്ലാം ഈ ഹൈറാർക്കിക്കൽ മോഡൽ, ശ്രേണീബദ്ധമായ ഒരു മാതൃക. ഒരു ചിറങ്ങ് മേളിലിരിക്കുന്നു, എൻ്റെ താഴെ 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 ഓരോരുത്തരിങ്ങനെ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിന്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു പാവപ്പെട്ടവൻ ഇരിക്കുന്നു. അപ്പോൾ ഇതാണ് ലോകം വിഭാവന ചെയ്യുന്ന, ലോകം താല്പര്യപ്പെടുന്ന ബന്ധം. ഉച്ചനീചത്വങ്ങളുടെ അഭിരുചിയാണ് മനുഷ്യ സ്വഭാവത്തിലുള്ളത്. അതിനെ അതിജീവിക്കുക എന്നതാണ് ആത്മീയതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്നത് യേശു ചൂണ്ടിക്കാണിക്കുക. അപ്പം യേശു പറയുകയാണ്, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. അങ്ങനെ പറഞ്ഞ ആരെയെങ്കിലും നിങ്ങൾക്ക് 5000 ചരിത്രത്തിൽ ആരെങ്കിലും ഒന്ന് കാണിക്കാം. യേശു അല്ലാതെ ആരെങ്കിലും ഇപ്രകാരം ഒരാശയം അവതരിപ്പിച്ചത് നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെയുള്ള ആശയങ്ങൾ തിരിച്ചറിയാൻ ക്രിസ്ത്യാനിക്ക് കഴിയാതെ പോകുന്നത് ഒരു വലിയ നഷ്ടവും വലിയ സങ്കടവുമാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ടത്, യേശു ഈ ഉപമയിൽ കൂടി ചെയ്യുന്നത് ഈ ലോകത്തിൻ്റെ മാതൃകയായ ശ്രേണീബദ്ധമായ വ്യവസ്ഥിതികളെ പൂർണ്ണമായും യേശു തള്ളിക്കളയുകയാണ്, റദ്ദാക്കുകയാണ്, അസാധുവാക്കുകയാണ്. പക്ഷേ നമുക്ക് യേശുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നു എന്നൊക്കെ അഭിമാനിക്കുന്ന, അവകാശപ്പെടുന്ന ക്രിസ്ത്യാനിക്ക് ഈ ശ്രേണീബദ്ധമായ വ്യവസ്ഥിതിയുടെ അടിമത്തമില്ല എങ്കിൽ ഒരു ദിവസം ഉറങ്ങാനും പറ്റില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു വ്യവസ്ഥിതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ ആവശ്യത്തിലധികം ചരിത്ര തെളിവുകളുണ്ടെങ്കിലും ആരും അതിന് കൂട്ടാക്കുന്നില്ല. നമ്മുടെ മനസ്സിലെ അടിമത്തത്തിൻ്റെ അഭിരുചി ഒരിക്കലും അവസാനിക്കുകയില്ല. ആരുടെയെങ്കിലും സിംഹാസനത്തിൻ്റെ കീഴിലൊന്ന് കിടന്നില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരികയില്ല. ഇത് യേശു വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുള്ള മനുഷ്യന്റെ അധപ്പതനത്തിൻ്റെ ഒരു മുഖമാണ്. എവിടെയൊക്കെ ശ്രേണീബദ്ധമായ സംവിധാനങ്ങളുണ്ടോ അതിനകത്തെല്ലാം മനുഷ്യൻ അടിമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹയറാർക്കി ബ്രീഡ്സ് സ്ലേവറി. നമ്മുടെ സഭകൾക്കുള്ളിലെ നമ്മളുടെ അവസ്ഥ തന്നെ നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ അവസ്ഥ സ്വാതന്ത്ര്യത്തിൻ്റെതല്ല, അടിമത്വത്തിൻ്റെതാണ്.
സ്വതന്ത്രമായി ചിന്തിക്കുവാനോ സത്യസന്ധമായ ഒരു അഭിപ്രായം പോലും പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല. ഉന്നത സ്ഥലത്തിരിക്കുന്ന സിംഹാസനത്തിരിക്കുന്ന ആളുകളുടെ കൽപ്പനകൾ അനുസരിച്ച് മാത്രം വായും പൊത്തി റാൻമൂളികളായി ജീവിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. എന്നാൽ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം ലേഖനത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കൊണ്ട് ഇനിമേലാൽ അടിമത്തത്തിന്റെ നുഖത്തിന്റെ കീഴിൽ നിങ്ങൾ ആയിപ്പോകരുത്. പക്ഷെ നമുക്ക് അടിമത്തത്തിന്റെ നുഖം നമ്മുടെ കഴുത്തിലില്ലെങ്കിൽ അയ്യോ, നമുക്ക് ബാലൻസ് തെറ്റിപ്പോകും. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇത് 2 വ്യത്യസ്തമായ ബന്ധങ്ങളാണ്. ഒന്ന് ശ്രേണീബദ്ധമായ ബന്ധം. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വേറൊരു സാധ്യത യേശു ചൂണ്ടിക്കാണിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. ആത്മീയമായ ബന്ധം എന്താണെന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഈ ഒരു വാക്യത്തിൽ കൂടെ യേശു അവതരിപ്പിക്കുന്നത്. അപ്പോൾ മുൻപന്മാർ പിൻപന്മാരാകുന്ന ആ ഒരു വ്യവസ്ഥിതി, പിൻപന്മാർ മുൻപന്മാരാകുന്ന ആ വ്യവസ്ഥിതി ശ്രേണീബദ്ധമാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ യേശു വിഭാവനം ചെയ്യുന്ന ബന്ധം എന്താണ്? നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അതിനകത്ത് മുമ്പനുമില്ല, പിമ്പനുമില്ല, വമ്പനുമില്ല, കൊമ്പനുമില്ല, അടിയാനുമില്ല, കുടിയാനുമില്ല. അതിൽ എല്ലാവരും ഒരു ശരീരത്തിന്റെ അംഗങ്ങളാണ്. അങ്ങനെയുള്ള ബന്ധം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്പിരിച്വാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ലവ്. ലവ് എക്സ്പ്രസസ് ഇറ്റ് സെൽഫ് ആസ് ഈക്വാലിറ്റി. ആത്മീയതയുടെ സ്വയം എന്താണ് പറയുന്നത്, വെളിപ്പെടുത്തലിൻ്റെ തനതായ സ്വഭാവം സ്നേഹമാണ്. ആത്മീയത സ്നേഹമാണ്. സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്? അത് സമത്വത്തിൽ കൂടെയാണ്. ഇപ്പം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മീതെയുള്ളവനാണെന്നോ ഞാൻ നിങ്ങൾക്ക് അടിമയാണെന്നോ എനിക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. നമ്മൾ ഒന്നാണ് എന്ന് മാത്രം കരുതാനേ സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ ഞാൻ നിങ്ങൾ എന്നെയും പരിഗണിച്ചാൽ നമുക്ക് സാധ്യമാകുകയുള്ളൂ. പക്ഷേ ആ ഒരു സാധ്യത ഒരു സഭയിലുമില്ല, ഒരു മതത്തിലുമില്ല. മതം എന്ന് പറഞ്ഞാൽ ഈ ശ്രേണീബദ്ധമായ ഹയരാർക്കിക്കലായിട്ടുള്ള ഉച്ചനീചത്വങ്ങളുടെ ഒരു സംവിധാനം മാത്രമാണ്. അത് നാം ചെറുപ്പം മുതലേ പരിശീലിച്ചത് കൊണ്ട് അതില്ല എങ്കിൽ, ഒരു സിംഹാസനത്തിന്റെ കീഴിൽ കിടക്കാനുള്ള ആശ്വാസം നമുക്കില്ല എങ്കിൽ നമ്മുടെ സമനില തെറ്റിപ്പോകും, നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോകും എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ കൺക്ലൂഷനായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? The way of Jesus Christ is incompatible with hierarchy and slavery. യേശു എന്ന മാർഗം, യേശു പറഞ്ഞില്ല ഞാൻ തന്നെ വഴിയാകുന്നു. യേശുവിൻ്റെ വഴി എന്താണ്? യേശുവിൻ്റെ വഴി ഈ ശ്രേണീബദ്ധമായ സംവിധാനങ്ങളോട്, അത് ഉൽപ്പാദിപ്പിക്കുന്ന അടിമത്തത്തോട് യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നതല്ല എന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നു. അന്ന് അവൻ്റെ ഉള്ളിൽ ആത്മാവിലും സത്യത്തിലും ആത്മാർത്ഥമായി സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന വാഞ്ച ഉദിക്കും. പക്ഷെ ഇപ്പോൾ ആ സ്ഥാനത്ത് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അടിമത്തത്തോടുള്ള അഭിരുചിയാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് എനിക്ക് സ്വതന്ത്രനാകണം, എനിക്ക് ക്രിസ്തുയേശുവിൽ സ്വതന്ത്രനാകണം എന്നൊരു ക്രിസ്ത്യാനിക്ക് തോന്നാൻ പോലും ആരംഭിക്കണമെങ്കിൽ യേശു അവതരിപ്പിച്ച ആശയത്തെ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ ഇടയായ വിധത്തിൽ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് നിങ്ങളുടേതായ വിധത്തിൽ മനസ്സിലാക്കി സ്വായത്തമാക്കുമെങ്കിൽ ഇതുമൂലം എല്ലാവർക്കും ആത്മീയമായ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകുമെന്ന വലിയ പ്രത്യാശയിലും ആഹ്ലാദത്തിലും നിങ്ങൾ ഏവരോടുമുള്ള, ഇതിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ പൂപ്പുകൈ.